ചെറിയൊരു ടാസ്ക് ആണ്. നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും നിങ്ങളുടെ തന്നെ ഫേസ് കാണാൻ പറ്റുന്ന, എല്ലാ ഫ്രണ്ട്സിന്റെയും ഫേസ് കാണാൻ പറ്റുന്ന പ്ലക്കാർഡ്സ് നമ്മൾ തന്നിട്ടുണ്ട്. ഒന്ന് കാണിക്കോ? ഫ്രണ്ടും ബാക്കും ഒക്കെ ഉണ്ട് കേട്ടോ. 4 പേരുടെ ഉണ്ട്. ഒരാളുടെ കയ്യിൽ 4 പേരുടെ ഫേസും ഉണ്ടായിരിക്കും. ഞാൻ ചെറിയ ചെറിയ കുട്ടി ചോദ്യങ്ങൾ ചോദിക്കും. സത്യസന്ധമായിട്ട് കളിക്കണം. ഈ ധ്യാനിനെ മാത്രം എനിക്ക് ടെൻഷനുള്ളൂ. ധൈര്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ആ ആളുടെ മുഖം പൊക്കി കാണിക്കാം. എന്നിട്ട് ഏറ്റവും കൂടുതൽ കറക്റ്റ് ഒരേ റിപ്പീറ്റഡ് ആൻസർ വരുന്ന ആൻസർ ആയിരിക്കും അതിന്റെ ആൻസർ. പറയട്ടെ എന്നാ? ഓക്കെ. കൂട്ടത്തിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആൾ. ഏറ്റവും കൂടുതൽ സിനിമകൾ ഇവരാ. പാരമ്പര്യമായിട്ട് തിരിച്ചാണല്ലോ. ഒരു ആവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? ഞാൻ ദിലീപേട്ടനിൽ നിന്ന് തുടങ്ങാം. ധ്യാനാണ് ഏറ്റവും കൂടുതൽ റിച്ച് കൂട്ടത്തിൽ എന്ന് പറയാൻ കാരണം എന്താ? ഏറ്റവും കൂടുതൽ സിനിമ ഞാൻ പറഞ്ഞല്ലോ, മാസത്തിൽ 5, മാസത്തില് 8, 9. ചിത്രകഥ വരുമ്പോലെ എല്ലാ വെള്ളിയാഴ്ചയും വരുന്നത്. പാല് തന്ന കൈക്ക് തന്നെ കുത്തും അല്ലടാ ചെറ്റേ. ഒരു കാലം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. ഞാൻ ഒരു കൊല്ലം ചെയ്യുന്ന മൊത്തം പടത്തിന്റെ പൈസയാണ് ഒറ്റ പടത്തിൽ വാങ്ങിച്ചോണ്ട് പോകുന്നത്. മുതലും പലിശ ചേർത്ത് കിട്ടി. ദിലീപേട്ട സെലക്റ്റീവ് ആണല്ലേ ദിലീപേട്ട? പൈസയുടെ കാര്യത്തിൽ എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. അപ്പൊ ക്ലൈമാക്സ് ആൻസർ ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ള ആളെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഉത്തരം ഉറപ്പിക്കൂ. ദിലീപേട്ടൻ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞല്ലേ? ഇനി ഏറ്റവും കൂടുതൽ ദരിദ്രവാസി ആരാന്നും കൂടെ ചോദിക്കരുത്. സിനിമ പാഷൻ കൊണ്ട് മാത്രം അഭിനയിക്കുന്ന, പേയ്മെന്റ് കണക്ക് പറയാതെ മേടിക്കുന്ന ആർട്ടിസ്റ്റ് ഈ കൂട്ടത്തിൽ ആരാ? അറിയാതെ ഇവനും എടുത്തു. അവനറിയാം എന്നെ. ചോദ്യം പേയ്മെന്റിന്റെ കാര്യത്തില് ഒരു കണക്കും പറയാതെ ഞാൻ എന്റെ പാഷൻ കൊണ്ട് വരുന്നതാ. പേയ്മെന്റ് ഒരു മാറ്റർ അല്ല. ആത്മാർത്ഥമായിട്ട് പറയണം. ആത്മാർത്ഥമായിട്ട് പറയണം. ഇനി നീ എങ്ങാനും ഞാൻ അങ്ങനെയല്ല. ഇതൊക്കെ ഇവിടുന്ന് ഒരു കോള് വന്നപ്പോഴേ പറഞ്ഞു നമുക്ക് ആദ്യം ഇരുന്ന് സംസാരിക്കാം, അതിന് ശേഷമേ ഞാൻ ഈ പരിപാടിക്ക് തന്നെ വരുന്നുള്ളൂ. നവിചേച്ചി ക്ലിയർ കട്ടായിട്ടൊരു സ്റ്റാൻഡ് എടുത്തു. ആരും അങ്ങനെയല്ല. എല്ലാവരും ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, അതിനുള്ള പേയ്മെന്റ് മേടിക്കുന്നു. സ്വാഭാവികം. ദിലീപേട്ടന്റെ ഫേസ് പൊക്കാനുള്ള കാരണം എന്താ? എനിക്ക് സത്യം അറിയാവുന്നതുകൊണ്ട്. പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിലൊന്നും ദിലീപേട്ടൻ പൈസ വാങ്ങാറില്ല. ക്യാഷ് കൊടുക്കുന്നേ അല്ലേ? ആരെ ഉത്തരം പറഞ്ഞേ? ഉത്തരവില്ല. ഇത് അടുത്തത്, നമ്മളിപ്പോ ദുബായ് എയർപോർട്ടിൽ വെച്ചിട്ട് എമിഗ്രേഷനിൽ ഭയങ്കര കോംപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുക. ലാംഗ്വേജ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് അറബിക്ക് അങ്ങോട്ടും മനസ്സിലാവണില്ലേ, ഇങ്ങോട്ടും മനസ്സിലാവണില്ലേ. ഈ സമയത്ത് നമ്മളെ സഹായിക്കാൻ വിളിക്കുന്ന ഒരു കൂട്ടുകാരൻ ആരെയായിരിക്കും? ഈ കൂട്ടത്തിൽ ആരെ വിളിക്കും അറബിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ? അറബിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണെങ്കിൽ ജന്മം ചെയ്ത് എടുക്കൂല, ഒരിക്കലും അവനെ ഞാൻ വിളിക്കില്ല. പക്ഷേ അറബികളായിട്ട് എനിക്കൊരു ബന്ധമുണ്ട്, അറിയാം. അതെന്തായിരുന്നു? എന്തുകൊണ്ടാ ഇത്ര ഉറപ്പില്ല ഞാൻ ധ്യാനെ വിളിക്കുന്ന പറയാൻ കാരണം? എങ്ങനെയാണെങ്കിലും അവൻ നമ്മളെ രക്ഷിച്ചോട്ട് പോരും. അങ്ങനെ അവൻ പറയുന്ന രീതി അറബിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. നമ്മളവിടെ ഇതൊക്കെ എന്ത്? ശരി സുരാജ് ഏട്ടാ, ആര് വിളിക്കും ഈ കൂട്ടത്തിൽ? ആരോട് ഹൊയ് പറയും? അതെന്താ ഇപ്പൊ അറബി പറഞ്ഞോണ്ട് കപ്പല് മയ്യത്തു എന്ന് പറയണോ? അത് സത്യത്തിലെ ഏതായിരുന്നു ഭാഷ? ഭാഷ അങ്ങനെ നമുക്ക് തോന്നുന്ന ഒരു ഭാഷ. കപ്പല് മയ്യത്തു. കപ്പല് മയ്യത്ത് അത് ശരിക്കും കൈ നിട്ടതായിരുന്നു. അത് കൈ നിട്ടല്ല, എനിക്ക് ലാലു ഒക്കെ കൂടി കൊണ്ടു തന്ന സാധനം. കപ്പല് മയ്യത്തു സംഗതി ഞങ്ങളുടെ ഹിറ്റായി. ശരി, നവ്യ ചേച്ചി ആൻസർ ചെയ്യുന്നേ ഇല്ല. കാരണം ഈ എമിഗ്രേഷന്റെ പ്രശ്നം കാരണം ഇവര് 3 പേര് അവിടെ ഉണ്ടല്ലോ. ഇവര് 3 പേരും കൂടി എന്നെ ഇറക്കിക്കോളും. അത് പള്ളി പറഞ്ഞത്. അതെ, അവരെല്ലാവരും വെള്ളിയാഴ്ച പോയി നമ്മുടെ വില അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് മാറിയിരിക്കും. അപ്പൊ ഇവിടെ വെച്ചിട്ട് അങ്ങനെ പറയുമ്പോ ഞങ്ങള് ചെല്ലും. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ച് പുറത്തിറങ്ങിക്കോളാം. എനിക്ക് സഹായം. സോറി, എനിക്ക് ഇവിടുന്ന് ഒരു ഇടിമിന്നല്. അല്ല, ഞാൻ ഒറ്റക്ക് സംസാരിച്ച് പുറത്തിറങ്ങി. ശരി, എനിക്ക് ആരുടെ സഹായം ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇംഗ്ലീഷ് പറഞ്ഞോളാന്ന്.
ചേട്ടനെയാണോ വിളിക്കുക? ആര് ഞാനാ? ആ അല്ലല്ലല്ല, ആ ഒരിക്കലും അല്ലാന്ന്. വൈ 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 സ്ത്രീകളാണ് ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഇടപെട്ട് ഒതുക്കാനൊക്കെ നല്ലത്. ഡീലിംഗ്സ് Dealings. ബെസ്റ്റ് അല്ലേ? ആ. ഓക്കെ, അതൊരു ടാക്ടിക്കൽ മൂവ് ആയിരുന്നു, അത് കൊള്ളായിരുന്നു. ഓക്കെ ശരി, ഓക്കെ. അപ്പൊ ഇനി അടുത്ത ചോദ്യം കേട്ടോ. ഈ കൂട്ടത്തില് യൂട്യൂബ് ചാനൽ സ്വന്തമായി ഇല്ലാത്ത ആൾ. ദിലീപേട്ടനാണ്. ആ. ദിലീപേട്ടൻ. ദിലീപേട്ടൻ. യൂട്യൂബ് ചാനൽ എനിക്ക് നമുക്ക് ആർക്കുമില്ല. എനിക്കുണ്ട്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ശരി, അങ്ങനെയാണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ, ഇവിടെ നിന്ന് തുടങ്ങുകയാണ് ധ്യാൻ, സ്വന്തം യൂട്യൂബ് ചാനലിൽ എന്ത് പേരിടും? ഞാൻ എത്ര തെറ്റായിട്ടുള്ള ചോദ്യം ചോദിച്ചേ? സത്യസന്ധൻ official.com. ധ്യാനകേന്ദ്രം. ധ്യാന കേന്ദ്രം. അത് കൊള്ളാം. സുരാജേട്ടനാണെങ്കിലോ? ഞാൻ മൂട് പറയട്ടെ. വെച്ചിട്ട് മൂട് മൂടോ? മൂട്. മൂഡ് നല്ല മൂഡ്. നല്ല വ്യൂവർഷിപ്പ് വരും. ആ ചാനൽ കാണുമ്പോഴേ ഭയങ്കര മൂടാന്ന് പറയും അല്ലേ? ഉള്ള കാര്യം ഉള്ളതുപോലെ തുറന്ന് പറയുന്ന എന്റെ സ്വഭാവം നമ്മൻ അറിയാലോ, അതുകൊണ്ട് പറഞ്ഞതാ, ഒന്നും തോന്നരുത് കേട്ടോ. സുരാജ് വെഞ്ഞാറമൂടിന്റെ യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്യാൻ പോവാണ്. മൂഡ് ചാനലിന്റെ ചാനൽ. പേരാണ് അല്ലേ? മൂഡ്. അതിനപ്പുറത്ത് എസ് ഒന്നും ഇടരുതിട്ടോ. അല്ല കറക്റ്റാ. സുരാജിന്റെ എസ്സും മൂഡ്സ്. മനസ്സ് തുറക്കാം വിട്ട ദിങ്ങനെ ഇരിക്കും. ശരി, ഇനി ദിലീപേട്ടന്റെ യൂട്യൂബ് ചാനൽ. ഞാൻ കാരണം ഒരുപാട് ആൾക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. അതെ, തുടങ്ങൂല. ഞാൻ വെറുതെ ഇരുന്ന് കൊടുത്താൽ ദിലീപേട്ടൻ നല്ല ലക്ഷങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ആ. അപ്പൊ അതിന്റെ ഒരു വിഹിതം എനിക്ക് തന്നാ മതി. എനിക്ക് ഒരു ചാനൽ വേണം. കൊറേ പേരുടെ ഓൺലൈൻ മീഡിയാസിന്റെ അന്നദാതാവാണ് ദിലീപേട്ടൻ. നിങ്ങൾ ഞാനാണ് ഇവരുടെയൊക്കെ അംബാസഡറും ഇവരുടെയൊക്കെ ഈ കേശു വീടിന്റെ നാഥൻ എന്ന് പറയുന്നത്. അല്ല അതുകൊണ്ട് ചേട്ടൻ ഞാനും കാരണമാണ് തന്നെയാ. കേരളത്തിൽ വീണ്ടും 4 ചാനലും കൂടെ വന്നത്. അപ്പോ ദിലീപേട്ടന്റെ ഒരു വലിയ മനസ്സെന്ന് പറയുന്നത്, ഇല്ല ഞാൻ ഒരിക്കലും യൂട്യൂബ് ചാനൽ തുടങ്ങില്ല. കാരണം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അവരൊക്കെ ഒരു വിഹിതം കൊടുക്കണമെന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നോട്ട് ദ പോയിന്റ് ഓൺലൈൻ മീഡിയാസ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. മേക്കപ്പ് ഇല്ലെങ്കിൽ ആളെ മനസ്സിലാവാത്ത വ്യക്തി. അത് ഈ ഫോട്ടോയിലില്ല, നക്ഷത്രയാ. ചൂണ്ടിക്കാണിച്ചുതരാം. എന്ത് വിധീത്, വല്ലാത്ത ചതീത്, ഓർക്കപ്പുറത്തന്റെ പിന്നീന്നൊരതീത്. ഓ എന്റെ നെഞ്ചത്തോട്ട് വരേണ്ടതായിരുന്നു. അത് ലക്ഷ്മിയിലോട്ടൊക്കെ പോയിക്കോട്ടെ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം. കൂട്ടത്തിലെ ഏറ്റവും നല്ല കുക്ക്. ഈ ധ്യാനാണെങ്കിൽ കള്ളത്തരത്തിന്റെ ആശാൻ. എല്ലാവരും എന്ത് എഴുതുന്നു അത് നോക്കി ഇവിടെ കോപ്പി അടിക്കും. അത് പാടില്ലേ? അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. സ്കൂളോടിക്ക് എങ്ങനെ കോപ്പി അടിക്കുന്ന ആളാ? ഭക്ഷണം ഉണ്ടാക്കില്ലേ? ഇത് ഭക്ഷണത്തിന്റെ പൊക്ക്. ഒരാള് മാത്രം അങ്ങനെ ഒരു വലിയ ആളാണ്. അല്ല, ഞാൻ ഇവരുണ്ടാക്കിയതൊന്നും കഴിച്ചിട്ടില്ല. അല്ലല്ല, ഞാൻ എന്റെ അത് തന്നെയാണ് അവസ്ഥ എന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് വരെ നവി ഉണ്ടാക്കി ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. എനിക്കിത് അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. അപ്പൊ ഞാൻ കഴിച്ചിട്ടുണ്ടോ? പക്ഷേ എനിക്കറിയില്ല. ഇതിലുള്ള ഏറ്റവും വലിയ കാര്യം അറിയാമോ? സ്വയം കഴിച്ചിട്ട് അല്ല, സുരാണ് ഉണ്ടാക്കിയ ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇവിടെ പലരും കഴിച്ചിട്ടുണ്ട്. ആര്? അവരത് ആരും ജീവിച്ചിട്ടില്ല. പലരും കഴിച്ചിട്ടുണ്ട്. സുരാന്റെ മസ്കറ്റിലെ മട്ടൻ കറി ഞാൻ കഴിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം മസ്കറ്റ് ഹോട്ടൽ മസ്കറ്റി വെച്ചൊരു മട്ടൻ കറി ഉണ്ടാക്കി. ആ കഴിച്ചു. ദിലീപേട്ടാ ഇടയ്ക്ക് വാ, വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കോ. സെറ്റിലേക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ല, അമ്മ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടില്ല? അമ്മ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോയിട്ടുണ്ട്. ദിലീപേട്ടൻ കഴിച്ചിട്ടുണ്ടോ? ആ ഉണ്ടാവും. ദിലീപേട്ടൻ അപ്പൊ സത്യത്തിൽ നവിച്ചിട്ട് ഫുഡ് ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല, കഴിച്ചിട്ടുണ്ടാവും, കൊണ്ടുവന്നൊക്കെ. ഊഹിച്ചതാണ്. ചോദ്യം ഇല്ല, ഞാൻ ഉണ്ടാക്കിയത് ഒരു രീതിയിലും കഴിക്കാൻ വഴിയില്ല. അല്ല, ഞാൻ അപ്പൊ അയ്യോ, വെറുതെയാണോ ബുക്ക് ചെയ്തത്? എടാ ഞാൻ നന്നായി ഭക്ഷണം ഉണ്ടാക്കും. പക്ഷെ സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുമ്പോൾ ചെറിയ കുട്ടിയല്ല, അപ്പൊ എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. ചെറിയ കുട്ടിയാ? അല്ല, ഞാൻ 10ലൊക്കെ അല്ലേ. 10 എത്രയോട് തോറ്റിട്ടാണ് വന്നത്. സുരാജ് ഏട്ടന്റെ ഹൈലൈറ്റ് ഡിഷസ് എന്തൊക്കെയാണ് സുരാജ് വെഞ്ഞാറമൂട് സ്വന്തമായിട്ട് പുകഴ്ത്തുന്ന ഡിഷസ്? കൈപ്പുണ്യം മട്ടനാണ് എനിക്ക്. മട്ടനാണ്. ഓക്കെ, ചിക്കൻ, മീന് എല്ലാം ഇതൊക്കെ ഉണ്ടാക്കും. കഴിക്കുന്നതാണോ ഉണ്ടാക്കുന്നതാണോ? ഉണ്ടാക്കും. അപ്പൊ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഭാര്യ എടുത്ത് പറയോ? ഞാൻ ഇന്നലെ മട്ടൻ കറി ഉണ്ടാക്കി വീട്ടില്. ശരിക്കും? ശരിക്കും ഇന്നലെ പാലക്കാടായിരുന്നില്ലേ പ്രോഗ്രാം?
അത് മട്ടൻ ഉണ്ടാക്കാൻ പോയതാ. അല്ല അത് രാത്രിയല്ലേ? ഓ തിരുവനന്തപുരത്ത് നിന്ന് മട്ടം വെച്ച് അയ്യോ തിരുവനന്തപുരം അല്ല, ഞാൻ ഇവിടെ കലൂരാണ് താമസം. ഓ ഐ സി. കലൂന്ന് മാറിക്കൊണ്ടിരിക്കണത് എന്ത് മട്ടനാണോ? ധ്യാന ഭക്ഷണം ഉണ്ടാക്കോ? ആ ഞാൻ ഉണ്ടാക്കും. ഉണ്ടാക്കുവോ? ആ പക്ഷെ സ്വന്തമായി പേര് പറയാൻ ഞാനൊരു പൊങ്ങനല്ല. ധ്യാൻ എന്താ ഉണ്ടാക്കല്? ധ്യാൻ ഞാൻ ഒരു ഇതെല്ലാം ഉണ്ടാക്കും. വഴക്കാണോ ധ്യാൻ? മട്ടൻ ഒഴിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺസ് അപ്പോൺ എ ടൈം സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ കൂവലേറ്റ് വാങ്ങിയിട്ടുള്ള ആൾ ആരെ നോക്കരുത് ഇത് ഞാൻ പറയും. ഇതിലെന്താ സ്വന്തം പൊക്കി കാണിക്കാൻ? പറ്റിക്കാൻ വേണ്ടി പറയണതാണ് സാറേ. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണമെന്ന് പറയണം സാർ. ഏറ്റവും കൂടുതലാന്ന് എനിക്കറിയില്ല, ആ. എനിക്ക് കൂവല് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. അതിപ്പോ നമുക്ക് എല്ലാവർക്കും തുറന്നു പറയണല്ലോ. ദിലീപേട്ടന്റെ പരിപാടി ഞാൻ ഒരു അങ്ങനെയാണ് എനിക്ക് കണ്ടിട്ടുള്ളൂ. എനിക്കും കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇപ്പൊ സ്വന്തം പേരായിട്ടോ. ശരി, പക്ഷേ 2 ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ. അവൻ സറണ്ടർ ആയതല്ലേ. ആരെങ്കിലും ജയിക്കണ്ടേ? ഓ അതുകൊണ്ടാ അതുപോലെ സ്വന്തം പേര്. ആ ഓക്കെ. ആര് പറഞ്ഞു കുഞ്ഞാൻ പറ്റില്ല? എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി. ഇന്ന് എന്തായാലും ചാനൽ ഹാപ്പിയാണ്. ഞാൻ ജോലി എടുത്തിട്ടുണ്ട്. പൈസ മുതലാ. എന്റെ പൊന്നു ലക്ഷ്മി, എല്ലാ ദിവസവും പണിയെടുക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. ശരി, നവി ചേച്ചി ശരിക്കും കൂവലിട്ടിട്ടുണ്ട്. എവിടുന്നാ? സ്റ്റേജിലൊക്കെ. സ്റ്റേജിലൊക്കെ എന്ന് പറയുമ്പോ എല്ലാ പരിപാടിക്കും വിചാരിക്കും. അയ്യോ അങ്ങനെയല്ല. എവിടെയൊക്കെ സ്റ്റേജിൽ കയറിയിട്ടുണ്ടോ അവിടെ കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും മറക്കാത്ത എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? അത് ഓർമ്മിപ്പിക്കും. ഉണ്ട്. ആ കേക്കട്ടെ. പണവാരം ഓടി. നോ പ്രോബ്ലം. എനിക്ക് കിട്ടേണ്ടത് ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ്. ഞാൻ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന സമയത്തൊക്കെ ഞാൻ 1-2 സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയി. അപ്പൊ അന്ന് ഇഷ്ടത്തിന്റെ മറ്റേ പരസ്യമൊക്കെ ടി വിയിൽ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ പടം ഇറങ്ങുന്നില്ല. പടം വല്ലതും ഇറങ്ങോ, വെളിച്ചം കാണോ ഒക്കെ ചോദിച്ചിട്ട് ഓരോ തവണ ഞാൻ സ്റ്റേജ് വരുമ്പോഴും നമ്മുടെ സ്വന്തം സ്കൂളിലെ കുട്ടികൾ തന്നെ കൂവും. അമ്മയും കൂവല്ലേ? തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. ശരി, അടുത്ത ചോദ്യേ. ഇതിൽ ആരും അങ്ങോട്ട് നോക്കരുത്, മറ്റുള്ളവരുടെ ഉത്തരം നോക്കരുത്, നിങ്ങൾ തമ്മിൽ തല്ല് പിടിക്കരുത്. ഇല്ല. ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് ആയ ആൾ. ഞാനിനി ഈ സൈഡ് മാറ്റി ആ സൈഡിലേക്ക് പോവാണ്. ദിലീപേട്ടനും നവി ചേച്ചിയും ധ്യാൻ എന്ന് പറയാൻ കാരണം എന്താ? ഏതാ? ദിലീപേട്ടാ വൈ ധ്യാൻ. അതെങ്ങനെ ഇവിടെ പറയാ? ചേട്ടാ ഞാൻ സ്വകാര്യമായിട്ട് പറഞ്ഞാ മതി, ഞാൻ ഡീൽ ചെയ്തോളാം. അങ്ങനെ വേണ്ട, അങ്ങനെ ഡീൽ ചെയ്യാൻ പോണ്ടാട്ടോ അവന്റെ അടുത്ത്. പ്രശ്നം എന്തെങ്കിലും പറഞ്ഞാൽ ഞാനും പറയൂട്ടോ. അല്ല ധ്യാൻ, പക്ഷെ പേടി. ശരി, അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. ഒരാള് അവരുടെ നയം വ്യക്തമാക്കി പറയും, അല്ലേ നവ്യ നായർ? എന്താ ധ്യാൻ? വൈദ്യാൻ നമ്മ രണ്ടും പൊക്കി. ഞാൻ ദിലീപേട്ടനെയും ധ്യാനിനെയും സുരാജേട്ടനെയും എല്ലാവരും നോക്കി. എല്ലാവരും റൊമാൻറ്റിക് ആയിരിക്കുമല്ലോ. ആ. റൊമാൻറ്റിക് അല്ലാത്ത ആരള്ളത്? അങ്ങനെയല്ല, ഞങ്ങൾ എല്ലാവരും ആർട്ടിസ്റ്റ് ആണ്. ഞങ്ങൾ എല്ലാവരും റൊമാൻറ്റിക്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞ ദിലീപേട്ടന്റെ കൂടെ ഏറ്റവും അഭിനയിച്ചിട്ടുള്ളത്, എന്നിട്ട് അഭിനയിക്കാത്ത ധ്യാന്റെ പേര് പറയാൻ കാരണം? അത് അഭിനയിക്കാത്ത തരത്തിലുള്ള വേറൊരു അത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവനും പ്രശ്നമാണ് ഉണ്ടാകുന്ന അഭിനയിച്ചത് വെച്ചിട്ടാണെങ്കിൽ റൊമാൻറ്റിക് ആയിട്ട് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട് റൊമാൻസ് ദിലീപേട്ടന്റെ കൂടെയാണ്. ആണുങ്ങൾക്ക് ഞങ്ങൾക്ക് പെണ്ണുങ്ങളോട് തോന്നാതല്ലേ? എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല, ഞാൻ ചോദ്യം മാത്രം പറഞ്ഞു. സംശയിച്ചു. നമുക്കറിയില്ല. നമുക്കറിയില്ല. ശരി, ഓക്കെ. അടുത്ത ചോദ്യം. ഇതിനെല്ലാവർക്കും ഭയങ്കര ഐക്യം ഉണ്ടാവും എനിക്ക് ഉറപ്പാ. സെറ്റിൽ ഭയങ്കര ഐക്യം കണ്ടോളൂ. സെറ്റിൽ ഏറ്റവും അധികം ലേറ്റ് ആയി വരുന്ന ആൾ. ദിലീപേട്ടനായിരുന്നു. ശരിയാ, ഞാൻ രാവിലെ വന്നിവിടെ ഇരിക്കുന്നു. രണ്ടുപേരൊക്കെയാ?
അത് ഞാൻ എപ്പോഴാ ലേറ്റ് ആയിട്ട് വന്നേ? ഇന്നെപ്പോഴാണ് നീ വന്നത്? രാവിലെ 9 മണിക്ക് പറഞ്ഞ 12:30 കയറി വന്നത്. ഇപ്പൊ ഇവിടെ ഷൂട്ടിങ്ങിന് ലേറ്റ് വന്നറിയും. അതെ അതാണ് ഞാനത് നോക്കി. ധ്യാൻ. ഇവർക്ക് ഷൂട്ടിംഗ് ഇല്ലല്ലോ, എനിക്ക് ഷൂട്ട് ഉണ്ടല്ലോ. ഞാൻ തലേ ദിവസം ഷൂട്ടിംഗ് ആ ശരിയാ, ആഴ്ചയിൽ 7 ദിവസത്തിൽ 8 പടം ഞങ്ങൾക്ക് ചെയ്യണം. ഷൂട്ടിംഗ് ഇല്ലാത്തോണ്ട് ഷൂട്ടിംഗ് ഉണ്ടെന്ന് ധരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ലേറ്റ് ആയിട്ട് വരുന്നത്. ഇവരുടെ ഉത്തരങ്ങൾ നമുക്ക് സെറ്റിൽ പോയി നോക്കാൻ പറ്റില്ല. പക്ഷേ ഇതൊരു സെറ്റ് ആയതുകൊണ്ട് ഇന്ന് ഇവിടെ ലേറ്റ് ആയിട്ട് വന്നത് ധ്യാനായതുകൊണ്ട് ധ്യാനാണെന്നുള്ള ഉത്തരം. അതാണ്. അത് ക്ലൈമാക്സ് പ്രാക്ടിക്കലി നമ്മുടെ മുമ്പിൽ വന്നതാ. ഷൂട്ടിംഗ് സെറ്റിലാണെങ്കിൽ ആണ് ദിലീപേട്ടാ. അല്ലേ? ഞാൻ വരുന്ന പോകുന്ന ആരും അറിയുന്നില്ല, അതിന്റെയാണ് വിഷയം. അത് ഷൂട്ടിങ്ങിന് വന്നിട്ട് ഷൂട്ടിങ്ങിന് കൃത്യമായ സമയത്ത് വരും. പക്ഷേ ഷൂട്ടിന് വിളിച്ചു കഴിഞ്ഞാൽ വരൂല. കാരവാനിൽ ഇരുന്ന് റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് ഫ്രഷ് ആയി അല്ലേ? അല്ല പക്ഷെ ഞാൻ ഈ വളരെ റീസെന്റ് ഒരു ഡയറക്ടറെ കണ്ടു. അപ്പൊ അദ്ദേഹം സുരാജേട്ടനെ പറ്റി പറഞ്ഞ ഒപ്പീനിയൻ ആണ്. അത് ആരും ആയിക്കോട്ടെ, പുള്ളി പറഞ്ഞാണ് വളരെ പ്രോംപ്റ്റ് ആണ്, വളരെ കൃത്യമായിട്ട് ലൊക്കേഷനിൽ വരും. I see. കളിയാക്കി പറഞ്ഞതായിരിക്കും നവ്യ. ആ സുരാനെ കുറിച്ച് പലരും കളിയാക്കി ഇതുപോലെ പറയുന്നു. സുരേഷേട്ടാ, ആക്കി Thank you. പറഞ്ഞതാന്ന്. ആക്കി. അല്ല എന്നാലും അല്ലേ, അത് നമുക്കൊരു കോംപ്ലിമെന്റ് അല്ലേ? പിന്നെ ശരി, അപ്പോ ഇതിലിപ്പോ ഏത് ഉത്തരത്തിലേക്ക് എത്തണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഇന്നത്തെ ഇവിടുത്തെ ഇത് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, സെറ്റിൽ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ.